അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ തൊട്ടടുത്ത് മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ്. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിലൊരു വിരുന്നുകാരുണ്ടായിരുന്നു. അപ്പോൾ വിരുന്നുകാർ വന്നാൽ നമ്മൾ സംസാരിക്കണമല്ലോ. നമ്മളെ പ്രതീക്ഷിച്ച് വരുന്നവരെ നമ്മൾ മിണ്ടാണ്ട് ഈ വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞ് വലിയ അഹങ്കാരത്തോടെ പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവരൊക്കെ പോയിട്ട് സാവധാനം എടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നലെ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് പിന്നെ വന്നിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ കറക്റ്റ് 3 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണല്ലോ, അല്ലെങ്കിൽ തന്നെ കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടൈം തെറ്റിക്കാതെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ട് വീഡിയോ ഇടുന്നത്, ഇപ്പോൾ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നല്ല, ഇന്ന് ഞാൻ പറയാൻ വന്നത് ഒരു എന്താ പറയുക, എനിക്ക് പറയണമെന്ന് തോന്നി. എല്ലാവരും എന്നോട് ആദ്യം ക്ഷമിക്കുക, ഇതിലെന്തിനാണ് പറയുന്നതെന്ന് തോന്നും. കാരണം എല്ലാവർക്കും അറിയാം ഞാനൊരു വീൽ ചെയറിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ വീൽ ചെയറിലുള്ള ആളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നടക്കാത്ത ഒരാളാണ്. പിന്നെ ഞാൻ ഒരിക്കൽ പോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു കല്യാണം അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ കഴിഞ്ഞ ചാനലും പറഞ്ഞിട്ടില്ല, എപ്പോഴും പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഞാനുണ്ട്, ഇപ്പോൾ യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്, അല്ലാണ്ട് എനിക്കൊരു കാര്യമില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള പോലെ വാട്സാപ്പ് ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെയാണെന്ന് യൂട്യൂബിൽ അറിഞ്ഞിട്ട് തന്നെ, യൂട്യൂബിൽ നിന്ന് അറിഞ്ഞിട്ട് ഞാൻ നമ്പർ കൊടുത്ത്, ഞാൻ അങ്ങനെ ആർക്കും നമ്പർ കൊടുക്കുന്ന ആളല്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യൂട്യൂബിലുള്ള ഒന്ന് നമ്മുടെ സുലൈമാൻക്ക, ഒന്ന് നമ്മുടെ ബീനത്ത, പിന്നെ ആരാ റംലത്ത, ഗഫൂർക്ക, ഇവർക്ക് മാത്രമാണ് എൻ്റെ യൂട്യൂബ് എന്ന നിലക്ക് അറിയാവുന്നത്. പിന്നെ എൻ്റെ ഫാമിലീസിനല്ലാണ്ട് പിന്നെ ആരും നമ്പർ ഞാൻ കൊടുക്കലില്ല. പിന്നെയെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയാം, എൻ്റെ വാട്സപ്പ് നമ്പർ മാത്രമാണ്, വാട്സപ്പ് മാത്രമേ ഞാനത് യൂസ് ആക്കുന്നുള്ളൂ. ആ നമ്പർ നോർമലായിട്ട് വിളിക്കുമ്പോൾ എൻ്റെ ഉമ്മാണ് എടുക്കുക. അത് ഇവിടുത്തെ ലാൻഡ് ഫോൺ പോലെയാണ്. പക്ഷേ എന്നിട്ടും ആ ഒരു പുള്ളിക്കാരൻ വിളിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ആളല്ലാണ്ട് വീണ്ടും ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നിന്നെ പട്ടിണിക്കിടാതെ പോറ്റാം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പുള്ളിക്കാരൻ. ഫോൺ എടുത്ത പാടം എന്താ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആരാന്നറിയാതെ നമ്മൾ അങ്ങനെ ഞാൻ ഉമ്മക്ക് കൊടുത്തു. ഉമ്മയും മനസ്സിലാക്കി, കാരണം ഇത് ഞങ്ങളെ റിലേറ്റീവ് ഒന്നും അല്ല. അപ്പം പറയാം ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ്, പിന്നെന്താ വീൽചെയറിലുള്ള ആളാണല്ലേ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കണ്ടാൽ എല്ലാവർക്കും അറിയാവുന്നവർക്ക്. അതെ. അപ്പം അമ്മ പറഞ്ഞു, ഓളപ്പോൾ കല്യാണം ഒന്നും കഴിക്കുന്നില്ലാന്ന്. അതെന്താ അങ്ങനെ പറ്റില്ല, അങ്ങനെയാണ് നിങ്ങളെ കാലശേഷം എന്താവും, ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ഇതൊരുപാട് ഞാൻ കേട്ട ഡയലോഗ് തന്നെ കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു എവിടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് പറഞ്ഞു. അപ്പോഴും ഉമ്മ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷങ്ങാനായിട്ടേ ഉള്ളൂ, പക്ഷേ എനിക്ക് എന്നാലും ഇവിടെ കല്യാണം എനിക്ക് താല്പര്യമുണ്ട്. അപ്പം തന്നെ ഉമ്മ, നീ ആദ്യം മറ്റേ ആളോട് പറഞ്ഞ അതേപോലത്തെ മറ്റേ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു, നീ ആദ്യം നിൻ്റെ വൈഫിനോട് പോയിട്ട് അനുവാദം ചോദിക്കും, അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ കെട്ടിച്ച് തരാമെന്ന്. അപ്പം ഞാനും ഉമ്മനോട് ചോദിച്ചു, നിങ്ങളെന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ വരില്ല, കാരണം ഒരു പെണ്ണും സമ്മതിക്കില്ലാന്ന്. കാരണം ഉമ്മ പറഞ്ഞു, ഞാനും ഒരു ഭാര്യ, ഞാനല്ല, എൻ്റെ ഉമ്മ ഒരു ഭാര്യയാണ്, ഒരു ഉമ്മയാണ്. ഉമ്മ പറയാം, എന്തും നമ്മൾ പങ്കുവെക്കും, ഒരു ഭർത്താവിന് മറ്റൊരു സ്ത്രീക്ക് നമ്മൾ വിട്ടു കൊടുക്കില്ലാന്ന്. ഇത് എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് കാണുകയാണെങ്കിൽ പറയട്ടോ, ഇത് ഇവൾ പറഞ്ഞതാണ്, ഇതെൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമാണ്, അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. പക്ഷെ ഞാൻ എന്ത് തെറ്റങ്ങളോട് ചെയ്തത്? ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ നിങ്ങളെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്താ, എൻ്റെ ചാനലൊന്ന് സബ്ബാക്കുക, കൂട്ടാക്കുക, അതാണ് അതിൻ്റെ ഇത്. അത്രമാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇടുന്ന വീഡിയോസ് കാണാം, എനിക്കത് വേണം, ഇത് വേണം, കല്യാണം വേണം, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ റബ്ബ് എനിക്ക് എന്തൊക്കെയാണോ വിധിച്ചത് എല്ലാം റബ്ബിൻ്റെ വിധിയാണ്. എനിക്ക് ഈ ദുനിയാവിൽ കല്യാണം വിധിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് എനിക്ക് തരും. അതിനിപ്പോൾ ടൈം വൈകി ഒന്നും ഞാൻ പറയാൻ ആളില്ല. എനിക്കും എൻ്റെ ഉമ്മക്കും ഇല്ലാത്ത കാര്യം എന്താ അപ്പോൾ മറ്റുള്ളവർക്ക് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതും ഭാര്യയും മക്കളല്ല ഒരു മോളും ഉള്ള ആളും എന്നെ തന്നെ വേണമെന്ന് പറയാൻ മാത്രം വലിയ ആളൊന്നുമല്ലല്ലോ ഞാൻ. അപ്പോൾ അത് ചിന്തിക്കാനുള്ള കോമൺ സെൻസൊക്കെ എനിക്കുണ്ട്. അപ്പം ഞാനും പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല നിങ്ങളോട്, ഭാര്യ ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചിട്ടോ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ഭാര്യ ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കിത്, അല്ലാണ്ട് നിങ്ങളെ കുറ്റം പറയാൻ ഞാൻ ആരുമല്ല. കാരണം ഞാനൊന്നും തികഞ്ഞവളല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കുള്ള കുഴപ്പം എന്താണ്, നടക്കാൻ പറ്റില്ല. അത് വലിയൊരു കുഴപ്പം തന്നെയാണ്, കുറവ് തന്നെയാണ്. എന്ന് വെച്ച് ഞാൻ ഈ കല്യാണം കഴിച്ചവരെ തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? അത് ചിലർക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അത്രയ്ക്ക് അഹങ്കാരമൊന്നും വേണ്ട, അങ്ങനെ തികഞ്ഞവളാണോ ഈന്ന്.
അതും ഞാനൊരു പുഞ്ചിരിയായിട്ട് എടുത്തിട്ടുള്ളൂ. അവരെന്ത് ഉദ്ദേശിച്ചിട്ട് എനിക്ക് പറഞ്ഞെന്ന് മനസ്സിലാകുന്നില്ല. എനിക്കും ഉണ്ടൊരു മനസ്സ്, എന്നെപ്പോലുള്ളവർക്കും ഒരു മനസ്സുണ്ട്. അതൊന്ന് ചിന്തിക്കുക. കാരണം കാലിന് ബലം മാത്രമേ ഇല്ലാത്തത്, മനസ്സിന് വേണ്ടോളം ബലമുണ്ട്. മനസ്സിന് നിങ്ങളെ നോർമൽ പേഴ്സൺ ആയിട്ടുള്ള ആളുകളെ പോലെ പലതുണ്ട്. കാരണം നമ്മളൊരാളെ ജീവിതം തകർത്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു, എനിക്ക് എല്ലാവരും എൻ്റെ ബ്രദേഴ്സിനെ പോലെ തന്നെയാണ്. പിന്നെ പഠിച്ച റബ്ബ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു വിവാഹം ഉണ്ടെങ്കിൽ എനിക്ക് റബ്ബ് കാണിച്ചു തരും. അതാ എനിക്ക് ഹയറാണെങ്കിൽ റബ്ബ് എനിക്ക് കാണിച്ചു തരും, ആളവിടെ എത്തിക്കും. അല്ലാണ്ട് ഞാൻ ആരെയും തരിഞ്ഞു പോകുന്നില്ല. എനിക്കായിട്ട് ആരും കൊണ്ടുവരണ്ട. അതും ഭാര്യയുള്ള ഒരാളാവും, ഭാര്യ അറിയണ്ടാന്ന്. എത്രമാത്രം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാവും ഭാര്യമാർ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ പറയണം. കാരണം ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, എനിക്ക് ഒരു യോഗ്യതയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ട. എൻ്റെ ഉമ്മയും അംഗീകരിക്കില്ല, ഞാനും അംഗീകരിക്കില്ല. ഇനി ജന്മം കല്യാണം ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ കഴിഞ്ഞോളാം. കല്യാണം ഒന്നല്ലല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ പൂർണ്ണരൂപം. കല്യാണം ഒന്നല്ലല്ലോ. കല്യാണം കഴിച്ചില്ല എന്ന് വെച്ച് ജീവിക്കാനും പറ്റത്തില്ല. നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നും നിയമമൊന്നുമില്ലല്ലോ. അന്തസ്സായിട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ ജീവിച്ചിട്ടുണ്ട് അഭിമാനത്തോടെ തന്നെ. അങ്ങനെ തന്നെ മരിക്കണം എന്ന് തന്നെയാണ്, ഈമാനോട് കൂടി മരിക്കണമെന്നും അഭിമാനത്തോടു കൂടി ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതുവരെ ഞാൻ അതിനൊരു കളങ്കം വരുത്തിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറയാണ്, കല്യാണം കഴിച്ച വ്യക്തികൾ എൻ്റെ ദയവ് ചെയ്ത് വിളിക്കരുത്. അപ്പം പറയും ഞാൻ നമ്പർ ഇട്ടിട്ടില്ല. ഒരിക്കലും ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ആര് കൊടുത്ത് എന്തൊന്നും എനിക്കറിയില്ല. എനിക്കങ്ങനെ ഒരു ബന്ധം വേണ്ട. സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. അത്രക്ക് ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. കല്യാണം കഴിച്ച് ഒരാളെ ജീവിതം തകർത്തിട്ട് എനിക്കൊരു ജീവിതം എന്ന് പറയാൻ മാത്രമൊന്നും ഒരിക്കലുമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ സങ്കടം, ഉമ്മയും പറഞ്ഞു നീ ഇത് പറയണത്. ഇനി ആ വ്യക്തി തന്നെ ഇത് വീഡിയോ കാണും എന്ന് വിശ്വസിക്കുന്നുണ്ട്. വ്യക്തിൻ്റെ ഫാമിലി കാണാൻ ഇടവരികയാണെങ്കിൽ ആവട്ടെ. അപ്പോൾ ഇനി ഇങ്ങനൊരു ആഗ്രഹം എന്നോട് ആരും പറയരുത്. ഞാനും ഒരു പെണ്ണാണ്, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. അപ്പോൾ ആ ഒരു പരിഗണന നിങ്ങളും എനിക്ക് തരണം. എനിക്ക് വിവാഹം ഇതിൽ നിങ്ങൾ കൊണ്ടുവരണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ റബ്ബനെ എനിക്ക് തരും. ആരെന്നെ കണ്ടാലും ഫസ്റ്റ് ചോദിക്കും കേട്ടോ, അറിയാത്തവർ കല്യാണം വേണ്ടേ വേണ്ടേന്ന്. അപ്പോൾ ഞാൻ കല്യാണം ഇപ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ ഉമ്മയും പറയും. എന്തുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അതും കൂടി പറഞ്ഞുതരാം. കാരണം നല്ല ആൾക്കാരെ തന്നെ ഇന്ന് ഉപേക്ഷിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ ഒരു കുറവുകളുമായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന പോലെ ആയിരിക്കില്ല. എന്തൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയാൽ ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ പറയും ആദ്യം തുടങ്ങുന്ന പോലെ ആയിരിക്കില്ല. ആദ്യത്തെ ആവേശമൊന്നും പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ കാണില്ല. അതേപോലെ തന്നെ ആയിരിക്കും എനിക്കും എൻ്റെ മൈൻഡിലുള്ള ഒരു ഇതാണ്. ആദ്യത്തെ ആ ഒരു കാഴ്ച, ആ സഹതാപമൊക്കെ വിട്ടു. സഹതാപമല്ല വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്. മരണം വരെ സ്നേഹിക്കാൻ, അതായത് കുറവുകളൊക്കെ അറിഞ്ഞ് നല്ലപോലെ സ്നേഹിക്കുന്ന ഒരാളെ ദുനിയാവിൽ അള്ളാഹു എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലെത്തിക്കും. അതെല്ലാം എനിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഒരു പരാതിയുമില്ല. പക്ഷെ ഇങ്ങനെ ഭാര്യ അറിയാണ്ട്, ഫാമിലി അറിയാണ്ട് എന്നെ കെട്ടിക്കോളാം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അത് ഉദ്ദേശിച്ച് ആരും എന്നെ കെട്ടിക്കാൻ വിളിക്കും വേണ്ട. വിളിക്കാന്നല്ല, അവിടേക്ക് ഒരാളെ അയച്ചിട്ട് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും വേണ്ട. ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ആരെ ജീവിതം തകർത്തിട്ട് എനിക്കൊന്നും നേടാനില്ല. എനിക്ക് എൻ്റെ ചാനലായിട്ടൊന്ന് മുന്നോട്ട് പോവാം. എൻ്റെ ചാനൽ നല്ല രീതിക്ക് കഴിഞ്ഞു. നഷ്ടപ്പെട്ടതിനെ ഞാൻ പറയുന്നില്ല. അതിനേക്കാളും കൂടുതൽ തന്നെ ചാനൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് ആഗ്രഹം. എത്രയും പെട്ടെന്ന് ഒന്ന് മോണിറ്റൈസ് ആക്കി എടുക്കുക. ബാക്കിയൊക്കെ പഠിച്ച റബ്ബ് വിധിച്ച പോലെ എനിക്ക് നിങ്ങളുണ്ടല്ലോ, എൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും ഞാനത് ആദ്യം എൻ്റെ ഫാമിലിയോട് പറയും, അതായത് നിങ്ങളോട്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.